സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭ MP സ്ഥാനം നൽകിയത് അനുചിതമല്ലേ? ഈ ചോദ്യമാണ് ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ഇടതുപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് ചോദിക്കുന്ന ചോദ്യം. എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭ അംഗത്വം നൽകിയത്? CPM പ്രവർത്തകരാൽ 2 കാലും വെട്ടിമുറിക്കപ്പെട്ടു എന്നുള്ളത് MP സ്ഥാനം കൊടുക്കാനുള്ള ഒരു യോഗ്യതയാണോ? ഇതാണ് ചോദ്യം. പക്ഷെ ഒന്നോർക്കുക, ആരാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? എന്താണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? കേരളത്തിലെ പത്രങ്ങളും മാധ്യമങ്ങളുമെല്ലാം സദാനന്ദൻ മാസ്റ്റർ എന്നുള്ളതിലെ മാസ്റ്റർ വെട്ടിക്കളഞ്ഞിട്ട് 10ാം ക്ലാസ് പോലും ഇല്ലാത്ത മറ്റു പലർക്കും മാസ്റ്റർ പദവി ചാർത്തിക്കൊടുക്കുന്ന കേരളത്തിൽ അദ്ദേഹം ഡിഗ്രിയും B.Ed.ഉം പാസ്സായി അധ്യാപക ജോലിയിൽ കയറി കേരളത്തിലെ പ്രശസ്തമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയറായി. മാത്രമല്ല, അധ്യാപന രംഗത്ത് അദ്ദേഹം നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഫ്രെയിംവർക്ക് ചിട്ടപ്പെടുത്തുന്നതിലെ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു കവിയാണ്, ഒരു എഴുത്തുകാരനാണ്, ഒരു പത്രാധിപരാണ്, സഹപത്രാധിപരാണ്. ഇങ്ങനെ പല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. നല്ല ഒരു ഗായകനാണ്, നല്ല ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. ഇങ്ങനെ സകല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. 30 വർഷക്കാലം അദ്ദേഹം അധ്യാപന രംഗത്തുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് കുട്ടികളെ സ്കൂളിലും പുറത്തുമായി അദ്ദേഹം പരിശീലനം കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം നടത്തിയ നിസ്തുലമായ സംഭാവനകളെ പ്രകീർത്തിച്ചുകൊണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ഭരിക്കുന്ന കർണാടക സംസ്ഥാനം അദ്ദേഹത്തിന് അവാർഡ് നൽകി ആദരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളിൽ കഴിഞ്ഞ 40 വർഷക്കാലത്തെ നിരന്തരമായ സാമൂഹിക സേവനത്തെ പുരസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് MP സ്ഥാനം ലഭിക്കുന്നത് എന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ? കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കർണാടക മുഖ്യമന്ത്രി സാമൂഹിക സേവനത്തിന് സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന അവാർഡ് കൊടുത്ത കാര്യം ആരെങ്കിലും എഴുതിയോ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവനയായ ഭാരതത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്ന കമ്മിറ്റിയിലെ അംഗമായിരുന്നു എന്നുള്ളത് ആരെങ്കിലും ചർച്ച ചെയ്തോ? അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായ മെരിറ്റുകളെല്ലാം മൂടി വെച്ചുകൊണ്ട് കേവലം ഒരു രാഷ്ട്രീയക്കാരനാണ്, അതുകൊണ്ട് അയോഗ്യനാണ് എന്ന് വരുത്തി തീർക്കുകയും അദ്ദേഹത്തിന് കിട്ടിയ MP സ്ഥാനം കാല് നഷ്ടപ്പെട്ടതിൻ്റെ സഹതാപമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന കേരളം എത്രമാത്രം അധപ്പതിച്ച ചിന്തയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായ ചില കാര്യങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രപതി ഒരാളെ നാമനിർദ്ദേശം ചെയ്യണമെങ്കിൽ അദ്ദേഹം ശാസ്ത്രം, കല, സാഹിത്യം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ച ആളായിരിക്കണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്, ഭരണഘടന പറയുന്നുണ്ട്. അതൊന്നും ഇദ്ദേഹത്തിനില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നോക്കൂ, സച്ചിൻ ടെണ്ടുൽക്കർക്ക് MP സ്ഥാനം കൊടുത്തപ്പോൾ ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾ, ഡൽഹിയിലെ ഒരു MLA, അദ്ദേഹം ഒരു പത്രാധിപരും കൂടിയാണ്, അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് ഡൽഹി ഹൈക്കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നിട്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, ഭരണഘടനയിൽ പറയുന്ന ഈ 4 കാര്യങ്ങൾ എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയല്ല വേണ്ടത്. സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് അദ്ദേഹത്തിന്റെ മേഖലയിൽ മികവ് തെളിയിച്ചതിന്റെ പേരിൽ കൊടുത്ത രാജ്യസഭാ MP സ്ഥാനം റദ്ദു ചെയ്യാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി തള്ളുകയാണ് ഉണ്ടായത്. ഇതൊക്കെ അറിയാവുന്നവരാണ് ഇപ്പോൾ കേവലം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഈ തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി ഇപ്രകാരം ഒരു MP സ്ഥാനത്തേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയും പൂർവ്വകാല ചരിത്രത്തെയും എല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യൂ എന്നുള്ളത്. എന്നാൽ കേവലം രാഷ്ട്രീയ അന്ധത ബാധിച്ച കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ രാജ്യസഭാ MP സ്ഥാനം കിട്ടുന്നു, അതും
CPM അക്രമത്തിൽ 2 കാലും നഷ്ടപ്പെട്ട ഒരാൾക്ക് രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടുന്നു എന്ന് വരുമ്പോൾ അത് പലർക്കും നാണക്കേടുണ്ടാക്കുന്ന വിഷയമാണ്. അദ്ദേഹം ഒന്നും സംസാരിക്കണ്ട, ഇല്ലാത്ത കാലിൽ പൊയ്ക്കാല് വെച്ച് ഭാരതത്തിൻ്റെ രാജ്യസഭയിൽ അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇവിടുത്തെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീഴുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ അങ്കലാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ദുരാരോപണങ്ങൾ ഉയർത്തുന്നത് എന്ന് നാം കണ്ടറിയണം. മാത്രമല്ല, ഭാരതത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി നിസ്തുലമായ സേവനങ്ങൾ അനുഷ്ഠിച്ച സദാനന്ദൻ മാസ്റ്ററുടെ ഈ MP സ്ഥാനം എത്രമാത്രം യോഗ്യമാണ് എന്ന് ഉള്ള വസ്തുത ജനങ്ങളെ അറിയിക്കുവാൻ ഇത്തരം വിമർശനങ്ങൾ നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ സദാനന്ദൻ മാസ്റ്ററുടെ ഇത്രയും ഗുണഗണങ്ങളും വിശദാംശങ്ങളും നാം ഇന്ന് ചർച്ച ചെയ്യുമായിരുന്നോ? അതുകൊണ്ട് സദാനന്ദൻ മാസ്റ്ററെ നിങ്ങളും കൂടുതൽ പഠിക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അറിയുക. അദ്ദേഹത്തിന് കൊടുത്ത ഈ MP സ്ഥാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തതായ ത്യാഗങ്ങൾക്കും അനുഭവിച്ചതായ വേദനകൾക്കും അതിജീവിച്ചതായ പോരാട്ടങ്ങൾക്കും ഒട്ടും അധികമല്ല എന്ന് അപ്പോൾ ബോധ്യപ്പെടും.